സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്താണ്, അതിന്റെ എങ്ങനെയൊക്കെ അത് ബെനിഫിറ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കാണ്, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ, ഏതൊക്കെ സമയത്ത് പോസ്റ്റ് ഇടണം, എന്താണ് ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഒരു അൽഗോരിതം, എന്താണ് ബേസിക്, എന്താണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയാമോ? എന്താണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ഇപ്പോ നമ്മളിപ്പോ ഒരു സാധനം ഒരു പരസ്യം കണ്ട് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു 15 or 20 ഇരട്ടി കൂടുതൽ പവർഫുൾ ആണ് ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളുടെ അല്ലെങ്കിൽ അവര് സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞൊരു 2-3 വർഷത്തെ കണക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ യൂട്യൂബേഴ്സും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും യൂട്യൂബിൽ നിന്ന് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ റവന്യൂവിന്റെ കാര്യത്തില്, അതായത് ഈ ഷോപ്പിംഗ് നടക്കുന്ന റവന്യൂവിന്റെ കാര്യത്തില് ഒന്നാമത് നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാം ആണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് യൂട്യൂബ് ആയിരിക്കും എന്നായിരിക്കും. കഴിഞ്ഞ വർഷം 2-3 വർഷത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം ഇതാണ്, ഒരുപാടധികം സ്റ്റോറുകൾ വന്നിട്ടുണ്ട്, ഒരുപാടധികം ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലാണ്. മറ്റേതിലും ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്, പക്ഷെ ആരും ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിലോട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലോട്ടോ യൂട്യൂബിൽ നിന്ന് പോകുന്നത് കുറവാണ്, ഇൻസ്റ്റാഗ്രാമിൽ അത് കൂടുതലാണ്. അതായത് ഇൻസ്റ്റാഗ്രാമില് ഷോപ്പിംഗ് സെറ്റ് ചെയ്തിട്ട് അതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല ഷോപ്പിംഗ് സെറ്റ് ചെയ്യുന്നത്, പുറത്ത് എവിടെയെങ്കിലും ഷോപ്പിംഗ് സെറ്റ് ചെയ്താലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായി. അപ്പോ ഇപ്പൊ ഞാൻ നോർമലി ഞാൻ പുറത്തൊരു ഓൺലൈൻ സ്റ്റോറാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്പോൺസേഡ് ആഡ് കൊടുത്തിട്ട് ആ ഒരു ആഡിന്റെ ഇൻകം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ഇൻകം ആണ്. അതുപോലെ തന്നെ പെയ്ഡ് പാർട്ണർഷിപ്പ് കൊടുത്തിട്ട് ആ ഒരു വീഡിയോയിൽ തന്നെ അഗെയിൻ ഇൻസ്റ്റാഗ്രാമിൽ സ്പോൺസേഡ് ആഡ് ആക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള ഇൻകം ഇൻസ്റ്റാഗ്രാമിന് വരാറുണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ബേസ് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോ നോർമലി ഒരു പരസ്യം കണ്ട് വാങ്ങിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള്, അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാൾ പോലെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ടൊരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരാളെന്ന് പറയുന്നത്. നമ്മളൊരു ഏകദേശം ഒരു 30-40 വീഡിയോസ് ഒക്കെ ഒരാളുടെ കണ്ടു വരുമ്പോഴത്തേക്കും നമുക്കൊരു റിലേഷൻ അവരുമായിട്ട് ഉണ്ടാവും. അതിന്റെ പുറത്ത് പിന്നീട് അവർ ഓഫർ ചെയ്യുന്ന എന്ത് സാധനങ്ങൾ രീതിയിലാണ് നെക്സ്റ്റ് പ്രോഡക്റ്റുകൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ എൻ്റെ ഒരു ജ്യേഷ്ഠൻ പറയും പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരൻ പറയും പോലെയൊക്കെ ആയിട്ട് തോന്നും നമുക്ക് ഉള്ളിന്റെ ഉള്ളില്. അപ്പൊ അത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആവണമെങ്കിൽ നിങ്ങൾ കുറെ വീഡിയോസ് ഇട്ട് സ്ലോലി ആയിരിക്കും നിങ്ങളുടെ വീഡിയോസ് ആൾക്കാർ ഇഷ്ടപ്പെട്ട് നിങ്ങളും നിങ്ങളുടെ ഫോളോവർ തമ്മിലൊരു കണക്ഷൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. അതൊരു ബ്രെയിൻ്റെ ഇതാന്ന് പറയണേ, അല്ലെ? ശരിയല്ലേ? ഒരു കണക്ഷൻ വരും. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിട്ടാലും അവര് വാങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ എന്തിട്ടാലും നിങ്ങൾ ഓൾറെഡി അവർ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇപ്പൊ ഈ ഇൻഫ്ലുവൻസർ ആയാലും വിവേക് ആയാലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 10,000 ലൈക്കാണ് മിനിമം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80,000, 1 lakh, മോർ ദാൻ 1 lakh വ്യൂസ് ആണ് വരാ ഒരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടാൽ. വിവേക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എവറി ഡേ പോസ്റ്റ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? അപ്പൊ അത് നമ്മൾ സ്ലോലി ആണ് നമ്മുടെ ഫോളോവറെ കൂട്ടുകയും അല്ലെങ്കിൽ ഫോളോവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകളും പോസ്റ്റുകളും ഇടണമെങ്കിൽ അതിനെ കുറിച്ച് വിവേക് തന്നെ പറയും. ഇനി അതില് ഒരു അൽഗോരിതം ഉണ്ട്. ലൈക്ക് നമുക്ക് കുറച്ച് നാള് ഏതൊരു പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ ഒരു അൽഗോരിതം ഉണ്ട്. ലൈക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം അല്ല ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് എല്ലാ പ്ലാറ്റ്ഫോമിനും സെയിം അൽഗോരിതം തന്നെയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇപ്പോ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ എനിക്കൊരു പ്രോഫിറ്റബിലിറ്റി ഉള്ളതുപോലെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ആ ഒരു പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നത് സ്ഥിരമായിട്ടുള്ള പോസ്റ്റിങ്ങിലൂടെയാണ് പുതിയ ആളുകൾ അവരുടെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇൻസ്റ്റാഗ്രാമിലായാലും ഇപ്പൊ യൂട്യൂബിലായാലും സ്ഥിരമായിട്ട് ഒരാള് വ്യൂവേഴ്സ് വരണമെങ്കിൽ സ്ഥിരമായിട്ട് പുതിയ കണ്ടന്റുകൾ വരണം, അല്ലെങ്കിൽ പുതിയ വീഡിയോകൾ വരണം. ഇങ്ങനത്തെ പുതിയ വീഡിയോകളും
കണ്ടന്റുകളും ഒക്കെ വരണമെങ്കിൽ സ്ഥിരമായിട്ട് അതിന്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ സ്ഥിരമായിട്ട് പോസ്റ്റുകൾ ഇടണം. അപ്പൊ ഈ സ്ഥിരമായിട്ട് പോസ്റ്റുകൾ ഇടുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയാണ് അവര് പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ മുന്നിലോട്ട് നിർത്തി കാണിക്കുക. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും മനസ്സിലായോ? മെയിൻ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണമെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ വീണ്ടും ഇപ്പൊ ഒരു ഡോക്ടറിന്റെ കേസ് തന്നെ പറഞ്ഞാല്, നിങ്ങളുടെ ക്ലിനിക്കുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളും കാര്യങ്ങളും റെഗുലർലി ഇട്ടാലാണ് നിങ്ങളുടെ വീഡിയോസ് ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരുടെ അടുത്തേക്ക് എത്തി 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 ഫോളോവർ കൂടും. അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. ചിലവരെ എന്നോട് ചോദിക്കാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ഒക്കെ ആവണമെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടക്കുന്ന പരിപാടിയില്ല. അതിപ്പോ അതിന്റെ ഹിസ്റ്ററിയേക്കാൾ പറയും. ആള് തുടങ്ങിയപ്പോ എത്ര ഫോളോവർ ഉണ്ട്, എന്തൊക്കെയാണ് അതിന്റെ സ്ട്രഗിൾസ്, എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് എന്നോട്ടാണ്. അതൊന്നും പറയണം. നിങ്ങൾ തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ... ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലാണ് ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത്. ഒരു 5 വർഷം മുന്നെയാണ്. 5 വർഷത്തിന് മുന്നേ ഇട്ട വീഡിയോസിന് ഫസ്റ്റ് വീഡിയോ അത് തന്നെയാണ് എനിക്ക് പ്രചോദനമായത്. 5 വർഷങ്ങൾക്ക് മുന്നേ ഇട്ട വീഡിയോ ഏകദേശം 3-3.5 ലക്ഷം വ്യൂസ് ഫസ്റ്റ് വീഡിയോക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇട്ട വീഡിയോസിനൊന്നും ആ ഒരു വ്യൂസ് കിട്ടിയിട്ടുമില്ല. എന്നും പറഞ്ഞ് ഞാൻ അവിടെ തളർന്നില്ല. പിന്നീട് വീഡിയോസ് ഒരുപാട് ഇട്ടു. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ എന്റേതായ ഒരു രീതിയിൽ ഷോർട്സ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാൻ തുടങ്ങിയ ശേഷമാണ് പിന്നീട് അതിനൊരു ഡെവലപ്മെന്റ് ഉണ്ടായത്. പിന്നീട് അങ്ങനെ എഗെയിൻ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ലെവൽ ആയതിനു ശേഷമാണ് പിന്നീട് ആ ഒരു യൂട്യൂബ്, എനിക്ക് ആ ഒരു സ്ട്രാറ്റജി മനസ്സിലായതിനു ശേഷമാണ് യൂട്യൂബിലും സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു. ഓക്കെയാണ്. ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമയത്ത് ഒരു ടെക് മേഖലയിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേർക്ക് പുതിയ പുതിയ സംഭവങ്ങൾ ലൈക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നിരുന്നത്. അപ്പം ആദ്യത്തെ ഒരു 2-3 വീഡിയോസ് ഒക്കെ 4000, 2000 അങ്ങനത്തെ നിലയിലായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ, ഫസ്റ്റ് വീഡിയോ ക്ലിക്കായിട്ട് ഏകദേശം 1 lakh അടുപ്പിച്ചൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നീട് ഇടുന്ന വീഡിയോസ് ഒക്കെ പതിയെ വ്യൂസ് കിട്ടാൻ തുടങ്ങി. കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഫോളോവേഴ്സ് ആയിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ ഒരുപാടധികം വീഡിയോസ് 10, 800, 900K ഏകദേശം അടുപ്പിച്ച് 1 million അടുപ്പിച്ചുള്ള വ്യൂസ് ഉള്ള വീഡിയോസും ഉണ്ട്. ഇനി ഇതിന്റെ മോണിറ്റൈസേഷൻ ക്യാപ്പബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു 2 തരത്തിലുള്ള വരുമാനമാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോംസിൽ കിട്ടുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് യൂട്യൂബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബ്രാൻഡ് യൂട്യൂബുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അതിന്റെ 45% ആണ് നമുക്ക് തരുന്നത്. ലൈക്ക് ഇപ്പോ യൂട്യൂബ് ഇപ്പൊ ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വീഡിയോയ്ക്ക് താഴെ അതിന്റെ പരസ്യം ഇട്ടു എങ്കിൽ ഒരു 1 ലക്ഷത്തിന്റെ പരസ്യമാണെങ്കിൽ അതിന്റെ 45,000 രൂപ നമുക്കും 55,000 രൂപ യൂട്യൂബിനുമാണ്. പക്ഷെ നമുക്ക് കാണിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു 45,000 ആയിരിക്കും. ആക്ച്വൽ എമൗണ്ട്സ് എന്ന് പറയുന്നത് 1 ലക്ഷം ആയിരിക്കും. അങ്ങനെയാണ് യൂട്യൂബിന്റെ അഡ്വർടൈസിങ് പരിപാടി എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയല്ല. ഇപ്പോ നിങ്ങളുടെ തന്നെ ഇൻസ്റ്റാഗ്രാമില് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ എന്താണ് അതിന്റെ ഒരു റിക്വയർമെന്റ്? എന്താണ്? യൂട്യൂബിന്റെ ആദ്യത്തെ 4000 ഹവേഴ്സ് പ്ലേ ടൈം വേണം. ഇയർലി മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് കയറിയിരിക്കണം. ഇയർലി? അതെ. ഇത് ഇയർലി 1000 സബ്സ്ക്രൈബേഴ്സ് കയറാൻ പറ്റിയില്ലെങ്കിൽ അവര് ആ ഒരു പോളിസി മാറ്റിക്കളയും. മാറ്റുന്ന വെച്ചാൽ വീണ്ടും അടുത്ത വർഷം വീണ്ടും പുതിയതായിട്ട് ചെയ്യണം. വീണ്ടും നമ്മൾ ഓരോ വർഷവും മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൽ കയറിയിരിക്കണം. അതെ. അതേപോലെ 1000 ഒന്നും അവര് ഒരു വർഷം ഒന്ന് ഉദ്ദേശിക്കുന്ന 365 ഡേയ്സ് ആണ്. ഇന്ന് തൊട്ടുള്ള കഴിഞ്ഞ 365 ഡേയ്സ് ആണ് നോക്കുന്നത്. അത് ലാസ്റ്റ് 1 ഇയറിൽ 4000 അവേഴ്സും. അതെ 1 ഇയർ എന്ന് പറയുമ്പോ ജാനുവരി ടു ഡിസംബർ 1 ഇയർ അല്ല. മനസ്സിലായി. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. അത് പുതിയ പോളിസി ആയിരുന്നു. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പോളിസി 10,000 വ്യൂസ് ആയിരുന്നു. ഞാനൊക്കെ കയറുന്ന സമയത്ത് 10,000 വ്യൂസ് ആയിരുന്നു. ഈ ഇൻസ്റ്റാഗ്രാമിന്റെ എന്താ? ഇൻസ്റ്റാഗ്രാമിന് അങ്ങനെ മോണിറ്റൈസേഷൻ പോസിബിലിറ്റി ഇതുവരെ വന്നിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിന് മോണിറ്റൈസേഷൻ ഇല്ല. ഓക്കെ. നമുക്ക് ഡയറക്റ്റ് ആഡ് വരുന്നതാണ്. വരുന്നത് പോലെ ഡയറക്റ്റ് വരും. നമുക്ക് ആർക്കും അതിന്റെ കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ ശരിക്കും? ഇൻസ്റ്റാഗ്രാം ആണോ? എന്താണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു എസ്പെഷ്യലി
എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പോ കറന്റ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവര് 40+ ആണ്. 40 വയസ്സിന് മേളിലുള്ളവരാണ്. അത് ഒരു യൂത്തിന്റെ സംഭവമായിരുന്നു ഫേസ്ബുക്ക് ഒരു 2-3 കൊല്ലം മുന്നേ. ഇപ്പോ ആ യൂത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുറച്ചുകൂടെ ഒരു മധ്യവയസ്കർക്ക് മേളിലുള്ള ആൾക്കാരാണ് ഇപ്പൊ കൂടുതലായിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോ അതിന് താഴോട്ടുള്ളവരെല്ലാം ഇൻസ്റ്റാഗ്രാമിലാണ് വന്നത്. ഇൻസ്റ്റാഗ്രാമിലാണ് ആക്റ്റീവ്. അതെ. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ എന്താ പറയാ സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്താ ശരിക്കും? ചലഞ്ചസ് എന്ന് പറയുന്നത് എന്നും കണ്ടന്റ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ലൈക്ക് നമ്മൾ ഓരോ ദിവസവും പുതിയ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 2 കണ്ടന്റ് കൊണ്ടുവരണം. ഒരു ദിവസം അത് ആളുകൾക്ക് ഒരു ദിവസം 2 കണ്ടന്റ്. ലൈക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് ഒരെണ്ണം, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിന് വേണ്ടിയിട്ട് ഒരെണ്ണം, യൂട്യൂബില് മെയിൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം. യൂട്യൂബ് ഷോർട്സ് റീൽസ് തന്നെയാണ്, ഇൻസ്റ്റാഗ്രാം റീൽസ് തന്നെയാണ് ഷോർട്സ്. ടിക്ടോക്കിന്റെ വീഡിയോസ് ടിക്ടോക്കിലാണ് ആദ്യം ഈ 60 സെക്കൻഡ് വീഡിയോകൾ ഹിറ്റ് ആയി തുടങ്ങി. അപ്പോ മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ അത് ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വന്നു, യൂട്യൂബിൽ ഷോർട്സ് വന്നു. പേരുകൾ ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ, സംഗതി എല്ലാം സെയിം ആണ്. യൂട്യൂബ് ഷോർട്സിന് റവന്യൂ കിട്ടുന്നതാണ്. യൂട്യൂബ് ഷോർട്സിൽ റവന്യൂ അല്ല വരുന്നത്, ബോണസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് ഉള്ളത്. ബോണസ് എന്ന് പറയുന്നത് ഇപ്പൊ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വെച്ചിട്ട് ഓരോ ക്രിയേറ്റേഴ്സിനെ, സെലക്ടഡ് ക്രിയേറ്റേഴ്സിനെ ഇപ്പൊ യൂട്യൂബിൽ നിന്ന് ആ ഒരു ആൾക്ക് മാത്രം ബോണസ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല, ചില ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് അവർ സെലക്ടഡ് ആയിട്ടുള്ള, അതും ഈ കോപ്പിറൈറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നവർക്കൊന്നും കൊടുക്കാറില്ല. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ്, ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് യൂട്യൂബ് ബോണസ് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ബ്രാൻഡഡ് ഹാഷ്ടാഗ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? ബ്രാൻഡഡ് ഹാഷ്ടാഗ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള ബ്രാൻഡഡ് വെച്ചിട്ടുള്ള ഹാഷ്ടാഗ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോ ആ ബ്രാൻഡുമായിട്ട് റിലേറ്റഡ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് ആഡ് ഷോപ്പ് വഴി ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണെങ്കിൽ ആ തരത്തില് ബ്രാൻഡ് ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ബ്രാൻഡ് ഹാഷ്ടാഗ് യൂസ് ചെയ്താല് നമ്മൾ ഏത് ബ്രാൻഡിന്റെ ഹാഷ്ടാഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അവരെ പോർട്രേ ചെയ്ത് കാണിക്കും. അതാണ് മെയിൻ ആയിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ ഏത് വീഡിയോ, എന്ത് ടൂളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോസ്റ്റ് ഇടുകയും ഡിസൈൻ ചെയ്യുകയും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ അത് ഒരു പോസ്റ്റ് ഒക്കെ ഇടുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വീഡിയോ ഇടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുക, എഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുക, ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ലോഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് വീഡിയോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഇമേജ് ആണോ നല്ലത്, വീഡിയോ ആണോ നല്ലത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുന്നത് പ്ലീസ്. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ സോണിയുടെ ക്യാമറയാണ്, 4K ക്യാമറയാണ്. അപ്പൊ സോണിയുടെ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 30 FPS-ലാണ്, 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 24 ആയിരുന്നു, കുറച്ച് നാൾക്ക് മുന്നേ 30 ആക്കി. 30 ഇപ്പൊ നേരെ 60 FPS ആക്കിയിട്ടുണ്ട്. 60 FPS എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്മൂത്തർ ആയിരിക്കും വീഡിയോ. അപ്പൊ യൂട്യൂബിൽ ഇപ്പൊ കറന്റ് 60 FPS-ലാണ് ഷൂട്ട് ചെയ്യുന്നത്. അഡോബി പ്രീമിയർ പ്രോയിലാണ്. സിസ്റ്റം കോൺഫിഗറേഷൻ R7 Ryzen 7 32GB റാം, ഗ്രാഫിക്സ് കാർഡ് വന്നിട്ട് 3060 എന്ന് പറയുന്ന RTX. ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള PC സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. ഹാഷ്ടാഗ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് സർ? ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ഇടുമ്പോൾ ഞാൻ ഹാഷ്ടാഗ് യൂസ് ചെയ്യാറില്ല. ഒരുപാട് പേര് ഹാഷ്ടാഗ് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ഞാൻ പക്ഷെ വളരെ കുറവായിട്ട് ചില വീഡിയോസിനൊക്കെ മാത്രമേ ഞാൻ ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ എന്റെ ഒരു ഹാഷ്ടാഗ്സ് കൂട്ടുന്നതാണോ അതോ ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രത്യേക കാറ്റഗറി ആളുകളിലേക്ക് അത് കുറഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഹാഷ്ടാഗ് യൂസ് ചെയ്ത് നമുക്ക് ഒരു പ്രത്യേകം ആൾക്കാരെ ഫോക്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവരും കാണണം എന്നുള്ള രീതിയിലാണെങ്കിൽ അതുകൊണ്ട് ഞാൻ കഴിവതും ഹാഷ്ടാഗ് യൂസ് ചെയ്യാറില്ല. ആ ഒരു അൽഗോരിതത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എല്ലാരും പറയുന്ന ഹാഷ്ടാഗ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നാണ്, പക്ഷെ ഞാൻ പേഴ്സണലി എന്റെ ഒരു രീതിയിൽ ഞാൻ ഹാഷ്ടാഗ് അങ്ങനെ എല്ലാ വീഡിയോസിലും യൂസ് ചെയ്യാറില്ല. ചിലതിലൊക്കെ ആരെങ്കിലും ഫോക്കസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹാഷ്ടാഗ് യൂസ് ചെയ്യും. ഞാൻ ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോൾ 3 to 4 ഹാഷ്ടാഗ്സിൽ നിർത്തണമെന്ന് പറയുന്നു. പക്ഷെ ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ നോക്കുമ്പോൾ അവർ ഒത്തിരി ഹാഷ്ടാഗ്സ് ഇരുന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഒത്തിരി ഹാഷ്ടാഗ് ഇടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അൽഗോരിതം എല്ലാവരും ആ ഒരു രീതിയിലേക്ക്
കൊണ്ടുപോകത്തില്ല. ഇപ്പൊ 1 2 ഒക്കെ ആണെങ്കിൽ അൽഗോരിതം ആ പ്ലേസസിലൊക്കെ പോസ്റ്റ് ചെയ്യും. ഒരുപാട് ആകുമ്പോഴത്തേക്കും അൽഗോരിതം അതങ്ങ് മാറ്റിക്കളയും. ഭയങ്കര വൈഡായി പോവുക. എന്ത് തരം വീഡിയോ ക്രിയേറ്റ് ചെയ്യണം? ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇൻഡസ്ട്രി ആണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഡിജിറ്റൽ ഇൻഡസ്ട്രി ആണ്, വേറെ ചിലര് മെഡിക്കൽ ഇൻഡസ്ട്രി ആണ്, വേറെ ചിലര് ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ചിലര് ടൂറിസം ആണ്, അല്ലെങ്കിൽ വേറെ ചിലര് ലോജിസ്റ്റിക്സ് ആണ്. അപ്പൊ ഓരോ മേഖലയിലും എങ്ങനത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്താലാണ് ഒരുപാട് ആൾക്കാരുടെ അടുത്തേക്ക് കാണൂ, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലയിലുള്ള ടോപ്പിക്കുകൾ. അപ്പൊ നിങ്ങൾ ബേസിക്കലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ടെക്നോളജി, മൊബൈൽ, അതായിരിക്കും തോന്നുന്നു നിങ്ങളുടെ. അപ്പൊ നിങ്ങളുടെ ഒരു കോർ ഏരിയ നിങ്ങളൊന്ന് പറയണം. നിങ്ങൾ എങ്ങനെയാണ് പുതിയ ടോപ്പിക്കുകൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ തോട്ട്, ഇവരെ എൻഗേജ് ചെയ്ത് നിർത്തുന്ന തോട്ട് എന്താണ്, ഇനി ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്, നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ പോകാനാണ് പ്ലാൻ, ഇതിന് സ്കോപ്പ് ഉണ്ടോ, മനസ്സിലായത് നമുക്കൊരു ഫുൾ കരിയർ ആക്കി എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആഫ്റ്റർ ഇതിലുള്ള വേറെ പ്രോബ്ലംസ് എന്താണ് എന്നുണ്ടെങ്കിൽ. ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഡിജിറ്റൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ. ഞാൻ പണ്ട് തുടങ്ങിയപ്പോൾ ഞാൻ SEO ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ SEOക്ക് ഇന്ന് ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ SEO ആയിട്ട് നടന്നുകൊണ്ടിരുന്നത് നമുക്ക് പ്രൊഫഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെ കാലങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരുന്നെങ്കിൽ നമ്മൾ അപ്പൊ എന്താണ് ഇതിന്റെ ചലഞ്ചസ് എന്താ, അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞ് വേറെ എന്തൊക്കെയാ വരാ? ആദ്യം നമ്മളിപ്പോ ഏത് മേഖലയാണെന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നാള് ഈ ഒരു വീഡിയോസ് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മേഖല ഏതാണ്? അപ്പൊ ഫുഡ് ബ്ലോഗിങ് ആണെങ്കിൽ ഫുഡ് ബ്ലോഗിങ്, ടെക് ആണെങ്കിൽ ടെക്, ക്ലോത്തിങ് ആണെങ്കിൽ ക്ലോത്തിങ്, ഏതാണ് നമ്മളുടെ മേഖല എന്നുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പണി. ഇതിപ്പോ ചൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതില് എന്തൊക്കെ മാറ്റങ്ങൾ. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ടെക് ആണ്. ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നിപ്പോ ഒരു ഫോൺ ഇറങ്ങി ഞാൻ അതിന്റെ ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാല് അതിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് 2 ആഴ്ചയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു പുതിയ സാംസങ്ങിന്റെ ഫോൺ ഇറങ്ങി അതൊരു 2 ആഴ്ച മാർക്കറ്റിൽ കാണും. അപ്പൊ ഈ ഒരു ടൈം സ്പാനിലാണ് എനിക്ക് മാക്സിമം റീച്ചും വ്യൂ ഒക്കെ കിട്ടുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സാംസങ്ങിന്റെ ഈ ഒരു സെർട്ടൺ മോഡൽ ആരും എടുത്ത് നോക്കത്തില്ല, അല്ലെങ്കിൽ ആരെങ്കിലും റെയർലി ആ ഒരു സമയത്ത് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന ആൾക്കാർ നോക്കിയാലേ. അപ്പോ ടെക് എന്ന് പറയുന്നത് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, പുതിയ പുതിയ കണ്ടന്റുകൾ വരണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളും പുതിയതായിട്ട് ട്രൈ ചെയ്യും, റിവ്യൂ ചെയ്ത് നോക്കും. എന്റെ പഴയ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും ഏതാണ് ആൾക്കാരുടെ എന്താ പറയാ, അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോ അതും കൂടെ നമ്മൾ കണക്കിലെടുത്ത് വേണം പുതിയ എനിക്കാണെങ്കിൽ ഇപ്പോ ഫോൺ റിവ്യൂസ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. കാര്യം ഫോൺ റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സംഭവം, ഇതെല്ലാം സെയിം തന്നെയാണ്. ഒരു റെപ്പറ്റീഷൻ ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഫോൺ റിവ്യൂസ് വെക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫോൺ റിവ്യൂസ് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ഗാഡ്ജറ്റ്സിന് വേണ്ടിയിട്ട് തിരിഞ്ഞത്. അപ്പോ ഇപ്പൊ കാണിക്കുന്ന എല്ലാം ഗാഡ്ജറ്റ്സ് വീഡിയോസ് ആണ്. ലൈക്ക് നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുതിയ ഗാഡ്ജറ്റ്സ്. അപ്പൊ അതുപോലെ പലർക്കും അവരുടേതായ മേഖലകളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരണം. നോർമലി ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലുള്ള, അല്ലെങ്കിൽ പുതിയ ഗാഡ്ജറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലുള്ള ഒരു ഇൻഫ്ലുവൻസർ വളരെ ചുരുക്കമാണ്. ഉണ്ടോന്ന് എനിക്കറിയില്ല. വളരെ എല്ലാവരും കാണിക്കാറുണ്ട് വല്ലപ്പോഴും. ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരാളാണ്. അതെ, ഞാൻ വിവേകിൽ കണ്ടത്, വിവേകിന്റെ നമ്മുടെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും നമ്മുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് വിവേകിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ചാല്, നിങ്ങളും എല്ലാവരും മനസ്സിലാക്കുക. ചില ഇവിടെ ഇപ്പൊ ബിസിനസ് ഓണർമാരുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോഴും ഞാൻ പല ആ മിസ്റ്റേക്കുകൾ കാണാറുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് ചെയ്യണം, ഇൻഫ്ലുവൻസറെ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള 95% ആൾക്കാർ നിങ്ങൾ നോക്കണമെന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ ഫോളോവർ ഉള്ള ആരാ നോക്കിയിട്ടാണ് അവരുടെ അടുത്ത് പോയി ചെയ്യുക. അത് റോങ് ആണ്. ഞാൻ എന്തുകൊണ്ടാണ് വിവേകിനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ കുറച്ചു പേരാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ് വിവേകിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. ആർക്കും അറിയില്ല. ഞാൻ എന്തുകൊണ്ട് വിവേകിനെ അപ്രോച്ച് ചെയ്യുന്ന വെച്ചാൽ, വിവേകിന്റെ ഫോളോവേഴ്സ് സ്റ്റുഡൻസ് ആണ്. കാരണം ആപ്പും ടെക്നോളജിയും ലൈക്ക് ചെയ്യണവരാ. ഇപ്പൊ എസ്പെഷ്യലി മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. ടെക്നോളജിയുമായി ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ടെക്നോളജി മാർക്കറ്റ് ചെയ്യാൻ വിവേകാണെന്ന് കേരളത്തിലെ ഏറ്റവും നമ്പർ 1.
അങ്ങനെയാണ് എൻ്റെ മൊബൈൽ ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വിവേകിനെ അപ്രോച്ച് ചെയ്തത്. എന്നിട്ട് എനിക്ക് അന്ന് വിവേക് പരസ്യമിട്ടന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മോർ ദാൻ 1000 ഫോളോവർ വന്നതാണ്. 1000 ഫോളോവർ വന്ന് എല്ലാവരും ഒരു മോർ ദാൻ 1000 ആൾക്കാർ ആപ്പ് ഡിമാൻഡ് ചെയ്തായിരുന്നു ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ വേറെ ഇൻഫ്ലുവൻസറിന്റെ അടുത്ത് പോയിട്ടുണ്ട്, വിവേകിനേക്കാളും കൂടുതൽ ഫോളോവർ ഉള്ളവരടുത്ത് പോയിട്ടുണ്ട്. 100 ഫോളോവർ പോലും കിട്ടിയില്ല. കാരണം അത് റോങ് ഇൻഫ്ലുവൻസറെ ഞാൻ ചൂസ് ചെയ്തു. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങളൊരു മെഡിക്കൽ സാധനമാണ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ മെഡിക്കലിൽ ഒരുപാട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട്, അവരെ കണ്ടെത്തണം. ഫുഡ് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഫുഡിന്റെ ഇൻഫ്ലുവൻസർ ഉണ്ട്, അവരെ കണ്ടെത്തണം. ട്രാവൽ ആൻഡ് ടൂറിസം ആണെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസർ ഉണ്ട്, അവരെ കണ്ടെത്തണം. അതാണ് നിങ്ങൾ. ഞാൻ ഇന്നാള് ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിലെ ഒരു നമ്പർ 1 ഇൻഫ്ലുവൻസർ ആണ്. ആള് പോയിട്ട് ചെയ്തിരിക്കുന്നത് ഒരു റിയൽ എസ്റ്റേറ്റിന്റെ, എനിക്ക് തോന്നുന്നു വിവേകിന് മനസ്സിലാവുകയും ഞാൻ ആരും ഉദ്ദേശിക്കുന്നത് റിയൽ എസ്റ്റേറ്റിന്റെ പ്രൊമോഷൻ ആണ് ആള് പോയിരിക്കുന്നത്. ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ബിൽഡറായിട്ട് സംസാരിച്ച് പറഞ്ഞു, ഒരുപാട് പേര് കണ്ടു, പക്ഷെ ഒരു ക്വാളിറ്റി എൻക്വയറി വന്നില്ല എന്ന് പറഞ്ഞു. 4-5 ലക്ഷം രൂപ കൊടുത്ത് ചെയ്തതാ. കാരണം അത് റോങ് പേഴ്സണെ ചൂസ് ചെയ്തതാ. ഓക്കെ, അപ്പൊ അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഏത് പ്രൊഡക്റ്റ് ആണോ ഡിജിറ്റലിൽ പ്രൊമോട്ട് ചെയ്യുക, ആ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള ഇൻഫ്ലുവൻസറൊക്കെ പലതരം ഇൻഫ്ലുവൻസർ ഉണ്ട്. ആള് ബേസിക്കലി ടെക്നിക്കൽ ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആളായിട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പൊ അത് ഓരോരുത്തരും ഓരോ സ്കില്ലാണ്. വെറും 30 സെക്കൻഡ് ആള് പറയുന്നുള്ളൂ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ ഇൻഫ്ലുവൻസറിൽ കണ്ട വേറൊരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാം. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ ആവും ഇൻഫ്ലുവൻസർ മാർക്കറ്റ് ചെയ്ത. പക്ഷെ അതൊരു 1 ടൈം ആണ്, അതോടി കഴിഞ്ഞ പരിപാടി. വിവേക ശരിയാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം, ഒറ്റ ദിവസത്തെ അത് നിങ്ങൾ റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്താല്, നമ്മൾ പത്രത്തിലേക്ക് ഒരു ദിവസം പരസ്യമിട്ടാൽ എങ്ങനെയാ, ഒരു ദിവസമുള്ള പിന്നെ അത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ വേറെ പല ടോപ്പിക്കും പഠിച്ചിട്ടുണ്ടല്ലേ, SEO, ഗൂഗിൾ, ഇതൊക്കെ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിനൊക്കെ കൺസിസ്റ്റൻസി ഉണ്ട്. ഇത് വേറൊരു സാധനമാണ്. പക്ഷെ നിങ്ങൾ റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്താൽ നമുക്ക് 1 മാസം 2 മാസം വേറെ എന്ത് ചെയ്തതിനേക്കാളും കൂടുതൽ ബിസിനസ്സും എൻക്വയറി ഒരു ദിവസം കൊണ്ട് കൊണ്ടുവരാം. വലിയ പ്രൊഡക്റ്റ് ലോഞ്ചുകൾക്കും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് എല്ലാവരും ഇൻഫ്ലുവൻസറെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് ഇൻഫ്ലുവൻസറുടെ ഒരു ഫ്യൂച്ചർ? എന്താ? നല്ല ഫ്യൂച്ചർ തന്നെയാണ്. കാര്യം ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഈ ഇടയ്ക്കൊന്നും പോവേണ്ടി വരത്തില്ല. നമ്മുടെ AI ഒക്കെ ഒന്ന് ഡെവലപ്പായി വന്നാലും ഒരു റിയൽ ഹ്യൂമൻ പ്രസൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഫ്യൂച്ചർ ഒരു 30-40 കൊല്ലത്തേക്ക് സേഫ് ആണ്. ഓക്കെ, നമ്മുടെ കേരളത്തില് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഏതാന്ന് പറയാൻ പറ്റും? ആരാണ് ഇതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക? അല്ലെങ്കിൽ ചിലവർ നല്ല രീതിയിൽ ഇതിനെ ചെയ്തിട്ട് ഒരുപാട് ബെനിഫിറ്റ്, അങ്ങനത്തെ എന്തെങ്കിലും കേസ് സ്റ്റഡീസോ അങ്ങനത്തെ വല്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇന്ന ആൾക്കാർ ഇത് ഉപയോഗിച്ച് ഭയങ്കര ഒരു സംഭവം ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ വല്ല ഗൂഗിൾ ആഡും കാര്യത്തിനെ കുറിച്ചൊക്കെ ചെയ്തേക്കണ ഇവരടുത്തൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പല ഇൻഫോർമേഷൻസും. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും ഇന്ന ബ്രാൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരാണ് ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത്? ഏത് തരം ആൾക്കാരാണ് കൂടുതലും പ്രൊമോഷൻ അപ്രോച്ച് ചെയ്യുക? ഡെഫിനറ്റ്ലി ഞാൻ അപ്രോച്ച് ചെയ്തായിരുന്നു. അതേപോലെ ഏത് തരം ഇൻഡസ്ട്രിയാണ് നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുക? അല്ലെങ്കിൽ എന്താണ് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റുക? എനിക്ക് 2 തരത്തിലുള്ള ആൾക്കാർ വരാനുണ്ട്. 2 പ്ലാറ്റ്ഫോമില്. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മിക്കതും സ്റ്റോഴ്സ് ആണ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് ആണ് വരുന്നത്. ലൈക്ക് അവര് ഒരു മിനിമം ബഡ്ജറ്റ് പ്ലാനിലൊക്കെ വരുന്നവരാണ്. അപ്പോഴേ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാനത് 1 വർഷം മുന്നേ അതിന്റെ പ്രൈസ് ഹൈക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു മാക്സിമം എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടന്റ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നില്ലേ, അപ്പോ പരസ്യം എനിക്ക് അധികം വേണമെന്നില്ല. ഈവൻ മന്ത്ലി ഒന്നോ ആഴ്ചയിൽ ഒന്നോ 2 ആഴ്ച കൂടുമ്പോ ഒന്നോ അങ്ങനെയൊക്കെ മതി. അപ്പൊ നിങ്ങളുടെ ഇൻകം എന്താണ് പരസ്യം ഇല്ലെങ്കിൽ? പരസ്യം ഞാൻ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നതിൽ ഒരു 75-80% ഇൻകവും ഞാൻ യൂട്യൂബിൽ തന്നെയാണ് ചെലവാക്കുന്നത്. അപ്പോ ഇപ്പൊ എനിക്ക് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാനും പുതിയ പുതിയ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കാനും ഒക്കെ ചെലവുണ്ട്. അപ്പൊ അത് ഒരു മന്ത്ലി ഇൻകത്തിന്റെ ഒരു 1 lakh-ഓളം തന്നെ ഞാൻ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പൊ ബാക്കിയുള്ളതാണ് ഞാൻ അങ്ങനെ റെയിലിൽ കുറച്ച് അത്യാവശ്യം യൂസ് ഒക്കെ ഉള്ളു. അപ്പം കൂടുതലും ഇപ്പോ അതിലേക്ക് തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഒരു പ്രോഫിറ്റബിലിറ്റി അങ്ങനെ നോക്കുന്നില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്ന എനിക്ക് ആവശ്യത്തിനുള്ള ഒരു കൂടുതലുണ്ട്. വേണ്ട,
നോർമലി നിങ്ങളല്ല ഒരു ഒരു കേരളത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നോർമലി എന്താണ് ഏൺ ചെയ്യുന്നത്? നിങ്ങൾ പറയണമെന്നില്ല, ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ടോപ്പ് 10-ലുള്ള ഒരു ഇത്രം, അതിന്റെ താഴെയുള്ള ഒരു ഇത്രം, അതിന്റെ താഴെയുള്ള ഒരു ഇത്രയൊക്കെയാണ് ഒരു ഏൺ ചെയ്യുക. അല്ലെങ്കിൽ കേരളത്തിലുള്ളതില് ഒരു മാക്സിമം ലൈക്ക് ഏറ്റവും വലിയൊരു യൂട്യൂബറിന് കിട്ടുന്ന ഒരു കറണ്ട് ഏണിംഗ് അറൌണ്ട് 25-26 lakhs ആയിരിക്കും പെർ മന്ത് അല്ലെ? per month. 25 to 26 lakhs. ഇത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വ്യൂസും കൂടുന്നതിനനുസരിച്ച്. അതെ, കൂടുന്നതനുസരിച്ച് അവരുടെ അഡ്വർടൈസ്മെന്റിന്റെ റേറ്റും കൂട്ടും. സബ്സ്ക്രൈബർ കൂടുന്നതനുസരിച്ച്. അതേ, അത് നമ്മളൊരു ഗ്ലോബൽ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരു യൂട്യൂബറിന്റെ ഏറ്റവും വലിയ യൂട്യൂബർ മിസ്റ്റർ ബീസ്റ്റ് അതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ മന്തിൽ 28.5 കോടി രൂപ മന്ത്ലി അല്ലെ? ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. നമുക്കിവിടെ CPM കുറവാണ് ഇന്ത്യയില്. അതായത് ഒരു മാനേജബിലിറ്റി ആണ് അത് പറയുന്നത്. ഒരു ഓരോ ക്ലിക്കിലും നമുക്ക് എത്ര കാശ് കിട്ടുന്നുണ്ട്, അത് വ്യൂവേഴ്സിനനുസരിച്ചാണ്. ഇന്ത്യയിലപ്പം നമുക്ക് CPM കുറവായതുകൊണ്ട് അത് ക്ലിക്സ് പെർ മിനിറ്റ് എന്നൊക്കെ പറയും. ക്ലിക്സ് പെർ മിനിറ്റ്. അതായത് ഓരോ മിനിറ്റിൽ എത്ര ആൾക്കാർ നമ്മുടെ വീഡിയോക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, വ്യൂവേഴ്സ് എത്രയാണ്, അതിനനുസരിച്ചിട്ടാണ് ഓരോ ആഡ് വരുന്നതിനനുസരിച്ചിട്ടാണ് പൈസ വരുന്നത്. അപ്പൊ ഈ ഒരു ആഡ് ഇന്ത്യക്കാര് കാണുന്നതിന് യൂട്യൂബ് വലിയ ഇതൊന്നും കൊടുത്തിട്ടില്ല. ലൈക്ക് ആ ഒരു CPM റേറ്റ് കുറവാണ്. അതായത് ഇപ്പൊ ഒരു അമേരിക്കക്കാരൻ കാണുന്നത് ഒരു ഇന്ത്യക്കാരൻ കാണുന്നതിന് 2 തരത്തിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പൊ എന്റെ ഒരു വ്യൂവേഴ്സ് ഇപ്പൊ എന്റെ ഒരു വീഡിയോ 1 ലക്ഷം പേര് കണ്ടു, അത് ഇന്ത്യക്കാര് കാണുകയാണെങ്കിൽ ഞാനൊരു സാമ്പിൾ റേറ്റാ പറയുന്നത്, 10,000 രൂപയാണ് എനിക്ക് കിട്ടിയെങ്കിൽ ഒരു അമേരിക്കക്കാരാണ് 1 ലക്ഷം പേര് കണ്ടെങ്കിൽ എനിക്ക് അത് 30,000 40,000 രൂപ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ അന്ന് ഗൂഗിൾ ആഡ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അതായത് കേരളത്തിൽ നമുക്ക് ഒരു ക്ലിക്ക് കിട്ടണം 30 രൂപ കൊടുക്കണം, അമേരിക്കയിൽ നിന്ന് ഒരു ക്ലിക്ക് കിട്ടണമെങ്കിൽ 250 300 കൊടുക്കണം. അതേപോലെ തന്നെയാണ് അവിടുന്ന് കിട്ടുന്ന വ്യൂസ് ആയാലും ഓട്ടോമാറ്റിക്കലി റേറ്റ് കൂടും. വെരി സിമ്പിൾ ലോജിക്. ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞല്ലോ. അത് അവിടുത്തെ അഡ്വർടൈസേഴ്സ് കൊടുക്കണതിന്റെ ഒരു ഷെയറാണ് അവർക്ക് കിട്ടുന്നത് ബേസിക്കലി. അതാണ് അതിന്റെ പുറകെ ലോജിക്. അതായത് അവിടുത്തെ അഡ്വർടൈസ് അത്രത്തോളം പേ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള അവരുടെ വാല്യൂ കൂടുതലാണ്, അതുകൊണ്ട് കിട്ടണം. അങ്ങനെ ആരെങ്കിലും കേരളത്തിൽ ഇരുന്നിട്ട് വിദേശത്തുനിന്ന് വ്യൂസ് കൂടുതൽ കൊണ്ടുവന്ന് ഇൻകം ഉണ്ടാക്കണവരുണ്ടോ? അതായത് കേരളത്തിൽ ഇരുന്നിട്ട് അമേരിക്കൻ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു, അങ്ങനെ ആൾക്കാരുണ്ട്? അങ്ങനത്തെ ആൾക്കാരുണ്ടോ? കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇന്റർനാഷണൽ കണ്ടന്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ ആരാ ഉള്ളത് ശരിക്കും? അങ്ങനെ ഈവൻ മലയാളത്തിൽ ഉണ്ടാക്കുന്നവർക്കും ഈ ഒരു ബെനിഫിറ്റ് കിട്ടാറുണ്ട്. അതായത് നമ്മളെ മലയാളികൾ തന്നെ വിദേശത്തിരിക്കുന്നവര് കാണുന്നവരുണ്ട്. നിങ്ങളുടെ ഒരു ഫോളോവർ ഉണ്ടല്ലോ ഇത്ര, നിങ്ങളുടെ ആ ഫോളോവറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പറയാൻ പറ്റുമോ? ഇൻസൈറ്റ്സ്, നിങ്ങളുടെ ഫോളോവറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ത്യന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഗൾഫായിരിക്കും. UAE, ഫ്രാൻസ്, ഒട്ടുമിക്ക എല്ലാം നമ്മള് മലയാളികൾ എല്ലായിടത്തും ഉണ്ടല്ലോ, അപ്പം സ്വാഭാവികമായിട്ട് എല്ലായിടത്തു നിന്നും ഉണ്ട്. ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യയിലല്ലേ കേരളം, അപ്പൊ ഇന്ത്യയിലാണ് കൂടുതലും. അതില് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. അവരുടെ ഏജ് എന്താ? ഏജ് എന്ന് പറയാൻ പറ്റും? ഏത് തരം ഏജിലുള്ളവരാണ് കൂടുതലും വാച്ച് ചെയ്യുന്നത്? എല്ലാ യങ്സ്റ്റേഴ്സ് ആണ്, അണ്ടർ 35 ആണല്ല, 18 to 35. എല്ലാവരും ആ കാറ്റഗറി ആണ് ഒട്ടുമിക്കവരും. അതും അതിലൊരു 95-96% ആണുങ്ങളാണ്. അതെന്താണ്? പെണ്ണുങ്ങളാണ് കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കുന്നത്, പക്ഷെ ആണുങ്ങൾ എന്ത് കാണുന്നത്? അത് എന്റെ കണ്ടന്റ് ആണ്. ഇപ്പൊ എനിക്കുണ്ടായിരിക്കുന്ന ഫോളോവേഴ്സിന്റെ 95-96% ആണുങ്ങളാണ്. അതൊരു പുതിയ ഇൻഫോർമേഷൻ ആണല്ലോ. കാര്യം എന്റെ കണ്ടന്റ് ടെക് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ഫീമെയിൽ കാറ്റഗറി അതിലോട്ട് വലിയ ഇൻട്രസ്റ്റഡ് അല്ലെന്ന് തോന്നുന്നു. അത് എന്റെ മാത്രമല്ല, ടെക് ആരെ എടുത്താലും ഇത് തന്നെയാണ്. അത് എന്റെ മാത്രം അവസ്ഥയല്ല, ടെക് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ്. ഈ ഒരു സെയിം സംഭവം തന്നെയാണ് യൂട്യൂബിലോട്ട് വന്നാൽ. നിങ്ങളായാലും ഒരു ഫോളോവറെ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങളിപ്പോ ലേഡീസിനെ ടാർഗറ്റ് ചെയ്യുന്ന സാധനം ആണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഫോളോവർ ഉള്ളവരെ വേണം ചൂസ് ചെയ്യാൻ. സോഷ്യൽ ലേഡീസിനെ ടാർഗറ്റ് ചെയ്താണെങ്കിൽ ഞാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കണ്ടന്റ്. മനസ്സിലായി. നമ്മുടെ കണ്ടന്റ് ആരാണോ, ഡിപ്പെൻഡ്സ് അപ്പോൺ കണ്ടന്റ്. നിങ്ങളുടെ ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഫോളോവർ ആർക്കാ? ഐ തിങ്ക് അഖിൽ CJ ആണെന്ന് തോന്നുന്നു. ലൈക്ക് ഇൻഫ്ലുവൻസർ ആയിട്ട്, അല്ലാതെ ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് സെലിബ്രിറ്റീസുകൾ ഉണ്ടല്ലോ, അവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇൻഫ്ലുവൻസർ ആയിട്ട് എനിക്ക് തോന്നുന്നു അഖിലിനാണെന്ന് തോന്നുന്നു. അഖിൽ അബു സലീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി.
ഈസ് ഹി വർക്കിംഗ് അലോൺ? നിങ്ങൾ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യണ ടീം ഉണ്ടോന്ന്? ഞാൻ വർക്കിംഗ് അലോൺ ആണ്, 1 man ആയിരുന്നു. അതാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ഇൻസ്പയർ? എനിക്ക് ഇങ്ങനെ മാനേജർ കൊട്ടേഷൻസ് ഒക്കെ വന്നു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, അങ്ങനെ ഞാനൊന്നും അറിയാൻ വെച്ചിട്ടില്ല. ഓക്കെ, സൂപ്പർ.